Hello friends, ഒരിക്കൽ കൂടി ഏവർക്കും ദ സീ ഓഫ് നോളജിലേക്ക് സ്വാഗതം. ഞാൻ റിനുമേട്ടും പറഞ്ഞു. നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്കൈ ആനിമേഷൻ എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റിയാണ്. ക്ലൗഡ് ഒരു മലയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എങ്ങനെ മൂവ് ആകുന്നു, അത് എങ്ങനെ ചെയ്യും എന്നതിനെ പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് ആഫ്റ്റർ എഫക്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് എങ്ങനെ ചെയ്യുന്നു എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അങ്ങനെ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ ഇടുകയും ചെയ്യുക. ഓൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ നേരം തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റുകൾ ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് പുതിയൊരു കോമ്പസിഷൻ വേണം. ന്യൂ കോമ്പസിഷൻ ഓപ്പൺ ചെയ്യും. ഇതിൻ്റെ സൈസ് നമുക്ക് ജസ്റ്റ് ഒരു 900 കൊടുക്കാം. ഡയറക്ഷൻ ഒരു 15 സെക്കൻഡ് കൊടുത്താൽ മതി. അതിനുശേഷം ഫ്രെയിം 25 ഫ്രെയിമും കൊടുത്ത് ഓക്കെ ചെയ്യുക. ഇതിലേക്ക് നമുക്കൊരു പുതിയൊരു ന്യൂ സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ തന്നെ കൊടുക്കുക. നെയിം ജസ്റ്റ് ക്ലൗഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ഓക്കെ ചെയ്യും. ഇനി ഇതിലേക്ക് നമുക്ക് എലിപ്സ് ടൂൾ യൂസ് ചെയ്ത് ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഈ ക്ലൗഡിൽ ഡബിൾ എം പ്രസ് ചെയ്ത് കഴിയുമ്പം 2 പ്രാവശ്യം എം പ്രസ് ചെയ്തുമ്പോൾ നമ്മുടെ മാസ്കിൻ്റെ ലേയേഴ്സ് ഓപ്പൺ ആവും. ഇതിൽ നമ്മൾ മാസ്ക് ഫെദർ എന്നുള്ളടത്ത് ഒരു 100 ആക്കുക. ഓക്കെ, മാസ്ക് എക്സ്പെൻഷൻ എന്നുള്ളടത്ത് -50 ആക്കുക. ഓക്കെ, ഇതിലേക്ക് നമുക്കിനി ഒരു എഫക്റ്റ് വേണം. അതിൻ്റെ എഫക്റ്റ് പാനലിൽ വന്നിട്ട് ഡിസ്റ്റാർട്ടിൽ വന്ന് ടെലവൻ ഡിസ്പ്ലേ എന്നുള്ള ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ ഈ എമൗണ്ട് 200 ആക്കാം, സൈസ് 40 ആക്കാം. ഓക്കെ, ക്ലൗഡ് നമ്മുടെ ഇപ്പം ആനിമേഷൻ ആയിട്ടില്ല. അതിനായിട്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആൾട്ടിൽ പ്രസ് ചെയ്തിട്ട് ഈ എവല്യൂഷൻ എന്നുള്ളതിൻ്റെ ടൈം ലൈനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ഒരു ലൈൻ ഓപ്പൺ ആകും. ഇവിടെ നമ്മൾ ടൈം ഇൻറ്റു 600 ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആനിമേഷൻ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആഡ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ലെയർ ഓപ്പൺ ആക്കി ന്യൂ ലെയറിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇതിലേക്ക് നമുക്ക് ആ സെയിം എഫക്റ്റ് തന്നെ ആഡ് ചെയ്യാം. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ എമൗണ്ടിൽ മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഈ സൈസിൽ ജസ്റ്റ് 60 കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ കോംപ്ലക്സിറ്റി എന്നുള്ളടുത്ത് വന്ന് 10 ആക്കി വിടുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു എഫക്റ്റ് കിട്ടും. ഓക്കെ, അതിനുശേഷം പ്രൊജക്റ്റ് വന്നിട്ട് ഒരു ന്യൂ കോമ്പോസിഷൻ ഓപ്പൺ ആക്കാം. ഇതിന് ശേഷം നമ്മൾ 1 എന്ന പേര് കൊടുക്കാം. ഇതിൻ്റെ സൈസ് എല്ലാം സെയിം സൈസ് തന്നെ നോക്കി കൊടുക്കുക. ഈ 1 എന്ന് നെയിം കൊടുക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇതിന് ഈ ക്ലൗഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ക്ലൗഡല്ല, ഒന്നിൽ കൂടുതൽ ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യും. അഥവാ ഒന്നിൽ കൂടുതൽ ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല ആംഗിളിലുള്ള ക്ലൗഡായിരിക്കും വേണ്ടത്. നമ്മൾ ഇതിപ്പം ഒരു നെയിം കൊടുത്തു കഴിഞ്ഞാൽ ക്ലൗഡിനെല്ലാം ഒരേ ഷേപ്പായി പോകും. അതിനാൽ ഒന്ന് കൊടുക്കുക. നമ്മളിപ്പോൾ ഇതിൻ്റെ കോപ്പി എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 2 അടുത്ത ഇതിൻ്റെ കോപ്പി വരുന്നത് 2 ആയിരിക്കും. അന്നേരം നമുക്ക് ക്ലൗഡിൻ്റെ ആ ഷേപ്പിൽ വ്യത്യാസം വരും. ഓക്കെ, ഇനി നമുക്ക് ഈ ക്ലൗഡ് 1ലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ടൈം ലൈൻ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടൈമിങ് വരിക. അവിടെ ഫ്രീസ് ഫ്രെയിം എന്നുള്ളത് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ആനിമേഷൻ ഇവിടെ സ്റ്റോപ്പായി. ഓക്കെ, അതിനുശേഷം ഈ ടൈം റീമാപ്പ് എന്നുള്ളത് നമ്മൾ ടൈം ലൈനിന് ആൾട്ട് പ്രസ് ചെയ്ത് ഇത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ടൈമർ ഓൺ ആവും. നമ്മളിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ this.name. ഓക്കെ, നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ 1 സെക്കൻഡിലെ ക്ലൗഡായിരിക്കും ഇവിടെ കാണുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 നമ്മൾ ടൈം ലൈനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ സ്റ്റൈലും വേറെയും ഇതിൻ്റെ വേറെയുമാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിലേക്ക് സെയിം എഫക്റ്റ് തന്നെ ആഡ് ചെയ്യണം.
ഓക്കെ, ഇതിൻ്റെ എമൗണ്ട് 50 തന്നെ വെക്കുക. സൈസ് 60 ആക്കുക. ഈ കോംപ്ലക്സിറ്റി ഒരു 10 ആക്കുക. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ എവല്യൂഷൻ സെലക്ട് ചെയ്യണം. ആൾട്ട് പ്രസ് ചെയ്ത് എവല്യൂഷനെ വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണാവും. നമുക്ക് ഇവിടെ നമുക്ക് ടൈം ഇൻറ്റു 40. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ആനിമേഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു കളർ കൊടുക്കണം. അതിനുവേണ്ടി നമ്മളിപ്പം എഫക്റ്റ് വന്നിട്ട് നോയ്സ് ആൻഡ് ഗ്രെയിനിൽ വന്നിട്ട് ടർബുലൻ്റ് നോയ്സ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമ്മൾ ട്രാൻസ്ഫോമിൽ വന്നിട്ട് അതിൻ്റെ സ്കെയിൽ ഒരു 400 ആക്കാം. ബ്രൈറ്റൻസ് 20 ആക്കാം. പാറ്റേൺ ടൈപ്പ് നമുക്ക് ക്ലൗഡി ആക്കാം. ഓക്കെ, അതൊരു പിന്നെയും പ്രോജക്റ്റ് വന്നിട്ട് ഒരു ന്യൂ കോമ്പസിഷൻ ഓൺ ആക്കാം. ഇത് നമുക്ക് ജസ്റ്റ് സ്കൈ എന്ന് നെയിം കൊടുക്കാം. ഇതിൻ്റെ സൈസ് നമുക്ക് വിത്ത് 1920 ഹൈറ്റ് 1080 പിക്സലുമാണ്. ബാക്കിയെല്ലാം അത് തന്നെ ഓക്കെ കൊടുത്തു. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ഇതിനൊരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്ത് കളർ നമുക്ക് ലൈറ്റ് ബ്ലൂ ഓക്കെ കൊടുത്തു. ഓക്കെ ആയി. ഇനി നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റിൻ്റെ അത് കോപ്പി എടുക്കാം. അതിനായിട്ട് 1 സെലക്ട് ചെയ്ത് Ctrl+D പ്രസ് ചെയ്താൽ മതി. 5 കോപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമുക്ക് പല ഷേപ്പിലാണ് കിട്ടുന്നത്. ഈ പല ഷേപ്പിൽ കിട്ടുന്നതിന് കാരണം നമ്മൾ ഫസ്റ്റിൽ ചെയ്ത ദിസ് കോംബോ നെയിം ആണ്. അല്ലെങ്കിൽ നമുക്ക് എല്ലാം ഒരേ ഷേപ്പ് വരത്തേ ഉള്ളൂ. എന്നുവെച്ചാൽ ഓരോന്നും ഓരോ സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ളതാണ്. നമുക്കൊരു 2-3 കൂടെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഈ ലെയറുകളെല്ലാം നമുക്ക് ജസ്റ്റ് 3D സെലക്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഈ 3D ലെയറിന് നേരെ സെലക്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ ട്രാക്ക് ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് എല്ലാം ഒന്ന് സെലക്ട് ചെയ്യുക. അത് ജസ്റ്റ് 6 പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ 3D റൊട്ടേറ്റിങ്ങിൻ്റെ 6 വരും. ഇതിൽ ജസ്റ്റ് Y റൊട്ടേഷൻ എന്നുള്ളിടത്ത് ജസ്റ്റ് -25 ആക്കും. ഓക്കെ, ഇപ്പോൾ എല്ലാം റൊട്ടേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഓൾ സെലക്ട് ചെയ്തതിന് ശേഷം P പ്രസ് ചെയ്യുക. എന്നിട്ട് ടൈമർ ഓൺ ചെയ്യുക. ഏകദേശം ഈ ടൈം ലൈൻ നമ്മൾ ഏറ്റവും അവസാനം കൊണ്ടുപോയ ശേഷം മൈനസിലേക്ക് ഇത് ഡ്രാഗ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ട്രാക്ക് ചെയ്യുകയോ ചെയ്യാവോ. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരേ രീതിയിൽ വന്നിരിക്കും. അത് ജസ്റ്റ് ട്രാക്ക് ചെയ്യുക. ഒരു 340 ആക്കും. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാമറ ആഡ് ചെയ്യാം. 28mm വെച്ച് ക്യാമറ കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ വ്യൂ നമുക്ക് ഫസ്റ്റ് കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കൊരു മേഘങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരുന്നതായിട്ട് നമുക്ക് ഒരു ഫീൽ വരുന്നുണ്ട്. നമ്മൾക്ക് ഇതിൻ്റെ ഈ ഫ്രണ്ടിലോട്ട് വരുന്ന മേഘം ഇച്ചിരൂടെ മുമ്പോട്ട് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കാം. അതിനായിട്ട് ഓക്കെ, നമ്മളിപ്പം എടുത്ത ആ ഇമേജ് PNG ഫയലാണിത്. ഇത് നമ്മൾ നേരെ ഈ ബ്ലൂ ലെയറിന് മുകളിലായിട്ട് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്. ഈ ഫോട്ടോസ് ഇത് നമ്മൾ ശകലം താഴോട്ടാക്കാം. ഓക്കെ, ജസ്റ്റ് നമ്മൾ പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇപ്പോൾ നമുക്ക് മേഘങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പാസ്സായി ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ആകുന്നുണ്ട്. നമ്മൾ ഫ്രണ്ടിലോട്ട് വരുന്നിട്ട് നമുക്ക് ഫ്രണ്ട് നമ്മൾ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് നമ്മൾ നേരെ നിന്നിട്ട് ഈ മലയുടെ ഓപ്പോസിറ്റിൽ നിന്നിട്ട് നമ്മൾ കാണുന്നതായിട്ട് നമുക്ക് ഫീൽ ആകുന്നുണ്ട്. ഓക്കെ.